2020 ലോകകപ്പിലെ നിർണായക സൂപ്പർ 8 പോരാട്ടത്തിന് ഇന്ത്യ ഇന്നിറങ്ങും. സിംബാബ്വേയുമായുള്ള മത്സരം രാത്രി 7-ന് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ മത്സരത്തിൽ തോറ്റ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. സഞ്ജു സാംസൺ ടീമിൽ തിരിച്ചെത്തിയേക്കും. ജയേഷ് പൂക്കോട്ടൂരിന്റെ വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ജയേഷ്. വെറും മത്സരം എന്ന് പറഞ്ഞാൽ പോരാ, നിർണായകമായിട്ടുള്ള മത്സരം തന്നെയാണ്. അത് ഈ സെമി ഫൈനൽ സാധ്യതയൊക്കെ തുലാസിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് സ്തുതി അശ്വതി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇനിയുള്ള 2 മത്സരം വിജയിച്ചാൽ പോരാ, മറ്റ് ടീമുകളുടെ മത്സര ബലം കൂടി ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിനെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിനായി ആരാധകർ വലിയ പ്രതീക്ഷയോടെ കണ്ണുനട്ടിരിക്കുകയാണ്. ഇന്ന് സിംബാബ്വേക്കെതിരെ ഒരു വലിയ മാർജിനുള്ള വിജയം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പിന്നീട് ഇന്ത്യയുടെ അടുത്ത മത്സരം എന്ന് പറയുന്നത് അടുത്ത ഞായറാഴ്ച ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ്. ഈ 2 മത്സരവും വിജയിച്ച് നല്ല മാർജിനിൽ വിജയിച്ചു കഴിഞ്ഞ് ഒപ്പം തന്നെ ഇന്ന് 3 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ ദക്ഷിണാഫ്രിക്ക തോൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് മറ്റ് മത്സരബലം ആശ്രയിക്കാതെ 2 മത്സര വിജയത്തോടു കൂടി തന്നെ സെമിയിലേക്ക് മുന്നേറാം. അതേസമയം ഇന്ന് വെസ്റ്റ് ഇൻഡീസ് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ മാർജിനുള്ള വിജയം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇന്നത്തെ നിർണായക മത്സരത്തിൽ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പരിശീലകൻ സിദ്ധാൻഷു കോട്ടക്, ബാറ്റിംഗ് പരിശീലകൻ സിദ്ധാൻഷു കോട്ടക് അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിനിടെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അക്കാര്യം. സഞ്ജു സാംസൺ ഇന്ന് കളിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് ബാറ്റിംഗ് പരിശീലകൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോപ്പ് ഓർഡറിൽ ഒരു മാറ്റം ഇന്ത്യൻ ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇഷാൻ കിഷൻ 1 ഡൗൺ പൊസിഷനിൽ വരും. 3-ാം നമ്പറിൽ സൂര്യകുമാർ യാദവും 4-ാം നമ്പറിൽ തിലക് വർമ്മയും പിന്നീട് ഹാർദിക് പാണ്ഡ്യയും ഒപ്പം തന്നെ ശിവം ദുബയും അക്സർ പട്ടേലും അടക്കമുള്ള താരങ്ങളായിരിക്കും. അക്സർ പട്ടേൽ ഇന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യക്ക് ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും നേരിടുകയും ചെയ്തു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അസുഖം കാരണം നാട്ടിലേക്ക് മടങ്ങിയ റിങ്കു സിംഗ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ടീമിനൊപ്പവും ചേർന്നിട്ടുണ്ട്. എന്നാൽ റിങ്കു ഇന്ന് കളിക്കുന്ന കാര്യം നമുക്ക് ഉറപ്പില്ല. ഓക്കെ, കാത്തിരിക്കുകയാണ് മത്സരത്തിനായിട്ടുള്ള. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നാണ് ജയേഷ് പൂക്കോട്ടൂർ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത